ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് ദുബായ് പാലസ് എന്നുള്ള ഒരു കല്യാണ മണ്ഡപത്തിലാണ്. അപ്പോൾ കല്യാണത്തോടനുബന്ധിച്ച് നമുക്കൊരു ആങ്കറിംഗ് വർക്കാണ് അവിടെയുള്ളത്. അപ്പം ഞാൻ കല്യാണത്തിന് പോയപ്പോൾ കണ്ട വിശേഷങ്ങളെല്ലാം നിങ്ങളെ കൂടി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള കല്യാണം നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇപ്പോഴത്തെ കല്യാണങ്ങളെല്ലാം വളരെ അടിപൊളിയാണല്ലേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. നീയാർക്കോ വന്നു ചേരുവതിനായി ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി തന്നതിനുന്നതമാ കൃപയ്ക്കഭി വന്ദനം ചെയ്തിടുന്നേ. തന്നതിനുന്നതമാ കൃപയ്ക്കഭി വന്ദനം ചെയ്തിടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധമുള്ള സഹായിക്കും സ്തുതി. ക്രിസ്തുയേശുവിനെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ ദിവസം ഒരുമിച്ച് കൂടാൻ പ്രാർത്ഥിക്കുവാൻ അവിടെ നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, നിർമ്മൽ ആൻഡ് രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് യൂണിറ്റി ക്യാൻഡിലായിട്ടുള്ള മിഡിൽ ക്യാൻഡിലാണ് ലൈറ്റ് ചെയ്യേണ്ടതെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം. വളരെ മനോഹരമായിട്ടുള്ള ജീവിതത്തിലെ നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാൻഡിൽസ് ലൈറ്റും ചെയ്യണമെന്ന് സ്നേഹത്തോടെ
പ്രകാശപൂർണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മംഗളപത്രം വായിക്കുകയാവുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പഴഞ്ഞി സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തകൻ ശ്രീ നിർമ്മലിൻ്റെ വിവാഹത്തിന് യുവജന പ്രസ്ഥാനം പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന വിവാഹമംഗളോപകാരം. നിർമ്മൽ പരീക്ഷ ഇതിൽ രണ്ടുപേരെയും കൊണ്ടൊന്ന് എഴുതിച്ചാലോ? തന്നിട്ടുള്ള സ്ലേറ്റ് നമുക്ക് രണ്ടുപേർക്കും കൊടുക്കാം. നോക്കി എഴുതാൻ പാടില്ല, കാരണം പിന്നില് ഇൻവിജിലേറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? വിവാഹത്തിന് ശേഷം ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന, രണ്ടുപേരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഉത്തരം ശരിയാണോ?
സുഹൃത്തുക്കൾ നോക്കി പറഞ്ഞേ, ഉത്തരം ശരിയാണോ? ബാലി എന്നാണ് ഉത്തരം എഴുതിയിട്ടുള്ളത്. രണ്ടുപേരും ശരിയായിട്ടുള്ള ഉത്തരമാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ രണ്ടുപേർക്ക് നല്ലൊരു കൈയടി കൊടുത്ത്. ആദ്യത്തെ ചോദ്യം അവരെ വിജയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യമാണ്, ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? ആരാണ് കൂടുതൽ പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആള്? ഉത്തരങ്ങൾ വലുതാക്കി എഴുതണം. നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരല്പം വലുതാക്കി എഴുതൂ. വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. നിർമ്മലാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അത് ഒരല്പ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി മുതൽ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ലൈഫ് ഒരു സിനിമയാക്കാൻ പോവുകയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിനിമയ്ക്ക് നിങ്ങൾ ഇടാൻ പോകുന്ന പേര് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരല്പം ആലോചിച്ച് മനോഹരമായിട്ടുള്ള ഒരു പേര് നമ്മുടെ ഇന്ന് മുതലുള്ള ലൈഫിന് നമ്മൾ ഇടാൻ പോവാണ്. ഹെലനി വളരെ മനോഹരമായിട്ട് ഉത്തരം ആദ്യം തന്നെ എഴുതി കഴിഞ്ഞു. സിനിമയ്ക്ക് പേരിട്ടിട്ടുണ്ട്. നിർമ്മലിന് കിട്ടിയിട്ടില്ല കേട്ടാ. പേരിങ്ങനെ ആലോചനയിലാണ്. എന്ത് പേരിടണം ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റിലീസ് ആവാൻ പോകുന്ന ആ ഒരു പുതിയ ജീവിത കഥയ്ക്ക്? സമയം അധികം ഇനിയാണ്. നിർമ്മൽ എഴുതിയത് ഒരു സ്മോൾ കുടുംബം എന്നുള്ള ഒരു പേരാണ് അവരുടെ ലൈഫിന് ഇട്ടിട്ടുള്ളത്. ഹെലനി അടി എന്നാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം, കുറച്ച് അടിയൊക്കെ വേണമല്ലോ ഒരു സ്മോൾ കുടുംബം മനോഹരമായിട്ട് പോകണമെങ്കിൽ. ഒരു ചെറിയ അടിയൊക്കെ ആവശ്യമാണ്. ഇനി നമുക്ക് രണ്ടു പേരുടെയും ഫോൺ നമ്പർ, അതായത് നിർമ്മലിന്റെ ഫോൺ നമ്പർ ഹെലനിയും ഹെലനിയുടെ ഫോൺ നമ്പർ നിർമ്മലും ഒന്ന് കാണാതെ എഴുതുക. ഇപ്പൊ എല്ലാം ചിലപ്പോൾ നമുക്ക് നമ്പർ ഓർത്തു വെക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നമ്പർ ഏത് പേരിലാണ് അവരുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാട്ടാവില്ല. സത്യം പറയുമോ എന്നൊന്നും നമുക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹെലനി ഏട്ടനെന്നും നിർമ്മൽ അമ്മൂസ് എന്നൊക്കെയാണ് സ്നേഹത്തോടു കൂടി അവരെ വിളിക്കുന്നത്. നമ്പറൊക്കെ ശരിയാണോ?